ഇന്ന് പി കെ ശശി യു ഡി എഫുമായി ചർച്ച നടത്തി. യു ഡി എഫിലെ പ്രവേശനമൊക്കെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. അങ്ങ് ജാമ്യമെടുത്തത് പി കെ ശശി സ്ത്രീപീഡന ആരോപണം നേരിട്ടപ്പോൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങ് സമരം നടത്തിയത്. ഒറ്റപ്പാലം കോടതിയിൽ നിന്ന് അങ്ങക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഈ യു ഡി എഫ് പ്രവേശനത്തെ നോക്കിക്കാണുന്നത്? ഇല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ ഇപ്പോഴുള്ളത്. അത് അന്ന് അദ്ദേഹം LDFൻ്റെ ഒരു MLA ആയിരുന്നു. അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം അന്ന് പൊതുസമൂഹത്തിൽ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി അന്ന് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ സമരം ചെയ്തു. അതിൻ്റെ പേരിൽ കേസുകളുണ്ട്. കേസുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ മൂല്യച്യുതിക്കെതിരായി വലിയ തോതിലുള്ള പ്രതിഷേധം നാടൊട്ടുമുണ്ട്. ഇടതുപക്ഷത്തോട് എക്കാലവും ഉണ്ടായിരുന്ന ആളുകൾ, മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയും സഹായിയും ഒക്കെ ആയിരുന്ന മുൻ PA ശ്രീ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ ശ്രീ PK ശശി ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ആയിരുന്നു, പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇടതുപക്ഷം ഇന്ന് അല്ലെങ്കിൽ CPIM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം വലിയ അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപിടി ആളുകൾ രാജിവെച്ച് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ കൂടെ PK ശശിയും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് പാർട്ടി മാറുന്നതുകൊണ്ട് ആരോപണം അവിടെ നിലനിൽക്കില്ലേ? അതിനെ സംബന്ധിച്ച് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് അത് ഒരിടത്തും എത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു വിഷയം പരിഗണിക്കുമ്പോൾ അന്ന് അതൊരു കേസായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അന്ന് ഒരു MLA-ക്കെതിരെ, ഇടതുപക്ഷത്തിൻ്റെ MLA-ക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ യുവജന സംഘടന എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത നിലപാട് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അന്നത്തെ സാഹചര്യത്തിൽ അന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്ന് അത് ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. പക്ഷേ പിന്നീട് അതൊരു കേസായി രൂപാന്തരപ്പെട്ടിട്ടില്ല. പിന്നീട് അദ്ദേഹം ഇതുപോലെ ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നില്ല. അപ്പോൾ അത് രണ്ട് പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അന്നത്തെ സമരം ഒരു എടുത്തുചാട്ടമായിരുന്നു. നിൽക്കുമ്പോൾ തെറ്റുകാരനും നിങ്ങൾ UDF-ലേക്ക് വരുമ്പോൾ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊരു കേസായി രൂപാന്തരപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു കേസായി രൂപാന്തരപ്പെട്ടിട്ടില്ല. അപ്പൊ അന്നത്തെ സമരം അന്നും കേസ് ഉണ്ടായിരുന്നില്ല, ആരോപണം മാത്രമായിരുന്നു. അന്നത്തെ സമരം അപ്പം വെറുതെ ആയിരുന്നോ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടമായിരുന്നോ? അല്ല, അതിനകത്തൊരു വിഷയമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ യുവജന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ പോലെ പ്രതികരിക്കുന്ന ഒരു യുവജന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകക്ഷി MLA-ക്കെതിരെ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് നല്ല നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുക തന്നെ വേണം. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള നീക്കുപോക്കുണ്ടായിട്ടില്ല. ഒരു കേസായി പോലും പിന്നീട് അത് അതിന് ആ ഒരു നിലയിലേക്ക് അത് പുരോഗമിച്ചില്ല. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു പശ്ചാത്തലം ഇപ്പോൾ ഇല്ലല്ലോ. ആ സാഹചര്യം തന്നെ മാറിപ്പോയില്ലേ. ഈ PK ശശി UDF-ലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമെന്നുള്ളത് അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്ര ഒരു ആരോപണമുള്ള ഒരാളെ UDF-ലേക്ക് എടുക്കുമ്പോൾ അതിന് UDF-ന് അതൊരു ബാധ്യതയും മാറില്ലേ വരുവാണെങ്കിൽ? ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചല്ലോ. അതായത് രണ്ട് പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത്. അന്നത്തെ ഒരു സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നില്ല. മാത്രമല്ല അതിൻ്റെ പേരിൽ അദ്ദേഹം കുറ്റാരോപിതനായിട്ടില്ല. അപ്പോൾ പിന്നീട് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ടത്. 10 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാളയത്തിൽ നിന്ന് പോലും ഒരുപിടി ആളുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടവർ മുൻ MLA-മാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഐഷ പൊറ്റി കോൺഗ്രസിൻ്റെ ഭാഗമായല്ലോ എന്ന് പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ വലിയ പരിഗണനയോടുകൂടി തന്നെ കേരളീയ സമൂഹം കാണണം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം കുറ്റാരോപിതനായിട്ടില്ല എന്ന് പറയുമ്പോൾ കുറ്റാരോപിതനല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എതിരെയാണ് നിങ്ങൾ സമരം ചെയ്തത്? അല്ല ഇതെല്ലാം പറയുമ്പോഴേ നൗഫൽദങ്ങൾ കഴിഞ്ഞ തവണ ഈ PKസിന് ഉണ്ടാകുന്ന സമയത്ത്, പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് നൗഫൽദങ്ങൾക്കെതിരെ ഉണ്ടായ ഒരു അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ UDF-ൻ്റെ ഭാഗമാണ്, കോൺഗ്രസിൻ്റെ ഭാഗമാണ്.
ഇപ്പം മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ മറ്റെന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ഒരിക്കലും അങ്ങനെ സ്വീകരിക്കാൻ പോകുന്നില്ല. അത് രണ്ട് സാഹചര്യമായിട്ടല്ലേ വരിക. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു UDF-ഉമായിട്ട് പി കെ ശശി ചർച്ച നടത്തി. അപ്പൊ ചോദിച്ച ചില ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ള പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടതോ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യവും ഞാൻ മനസ്സിലാക്കിയിട്ടല്ല ഞാൻ മറുപടി. മറ്റൊരു കാര്യം, ഇന്ന് കൃപേഷ് ശരത്ലാൽ ഓർമ്മ ദിവസം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളിപ്പോൾ ഇന്ന് മണ്ണാർക്കാട് ജാമ്യം എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? അതായത് കേരളീയ സമൂഹം ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും അല്ലെങ്കിൽ വേദനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കൃപേഷ് ശരത്ലാൽ വധം. 2019 ഫെബ്രുവരി മാസം 17-ാം തീയതി ഇരട്ട കൊലപാതകം അന്ന് CPM-ന്റെ ഉന്നത നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിക്കുകയാണ്. ഞാനന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ശ്രീ ഫിറോസ് ബാബു ആയിരുന്നു അന്നിവിടെ പാലക്കാട് പാർലമെൻറ്റ് കമ്മിറ്റി പ്രസിഡൻറ്റ്. അപ്പോൾ ഷുഹൈബ് മരണപ്പെട്ടിട്ട് കൃത്യം 1 വർഷം കഴിയുമ്പോഴാണ് ഈ ഇരട്ട കൊലപാതകം സംഭവിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിപ്പോയി എന്നത് മാത്രമായിരുന്നു അവർ ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിൽ അവരെ വേട്ടയാടി കൊല ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മറ്റ് മാർഗങ്ങളില്ലാതെ എന്ന് വെച്ചാൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ കടക്കേണ്ടി വന്നു. സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താൽ അനിവാര്യമായിരുന്നു. ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ ഓരോ സമരമാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹർത്താൽ ഒരു അനിവാര്യ ഘടകമായിരുന്നു. ഹർത്താൽ പ്രഖ്യാപിച്ചു, അത് വിജയമായിരുന്നു, ജനങ്ങൾ സഹകരിച്ചു. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് ഞങ്ങൾക്കെതിരെ കള്ളക്കേസെടുക്കുകയുണ്ടായി. അപ്പോൾ വ്യക്തിപരമായി സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കെതിരെ കേരളം മുഴുവൻ ഉണ്ടായിട്ടുള്ള കേസുകളിൽ 1-ാം പ്രതിയായി ചേർക്കണമെന്ന് അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ കേസിലെല്ലാം ഞാൻ പ്രതിയായത്. എനിക്കതിനകത്ത് യാതൊരു കുറ്റബോധവുമില്ല. ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 14 ജില്ലകളിലും കേസിന് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഇന്നത്തെ ദിവസം താങ്കൾ അത് ചോദിക്കുമ്പോൾ ഒരു കോയിൻസിഡൻസ്, ഇന്നത്തെ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ മരണമുണ്ടായതിനു ശേഷം 7 വർഷം പൂർത്തീകരിക്കുന്നു. അപ്പോൾ അവരുടെ ആത്മാക്കളുടെ മുൻപിൽ ഒരിക്കൽ കൂടി അശ്രുപുഷ്പങ്ങൾ പി കേസിൻ്റെ കാര്യം പറഞ്ഞത്